അവനെ അവിടുന്ന് ഹൈക്കോടതിയിൽ നിന്ന് ജാമ്യമൊക്കെ എടുത്ത് അവൻ പുല്ലുപോട് നടപ്പുണ്ട്. അവിടെ കിടന്ന് അടിച്ച് കൊല്ലാൻ തുടങ്ങിയിട്ട് ഞങ്ങൾ പാതിരായ്ക്ക് 2:30 മണിക്കാണ് ചെന്ന് കൂട്ടിക്കൊണ്ട് വരുന്നത്. വഴിയിൽ നിന്ന് കൂട്ടിക്കൊണ്ട് വന്ന് ഇറക്കി വിട്ട പെണ്ണിനെ, അല്ലാതെ അവിടുന്ന് പോകുന്നതല്ല. നോവി പോകുന്നതിൻ്റെ തലേ ദിവസം അവിടെ എന്തോ പ്രശ്നങ്ങൾ നടന്നു, അനിയൻ കൂട്ടിക്കൊണ്ടുപോയി, അനിയൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി എന്നൊക്കെ ഞാൻ കേട്ടിരുന്നു. ഏറ്റുമാനൂര് അമ്മയും 2 പെൺകുട്ടികളും ട്രെയിനിന് മുമ്പിൽ ചാടി ആത്മഹത്യ ചെയ്തു കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ്. ഈ ഒരു വാർത്ത നിങ്ങളിൽ ഭൂരിഭാഗം ആളുകളും ചിലപ്പോൾ അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ. ഷൈനിയുടെ 2 പെൺകുഞ്ഞുങ്ങൾ അലീന, ഇവാന, 12ഉം 13ഉം വയസ്സേ ഉള്ളൂ. ഇവര് 3 പേരുമാണ് ട്രെയിനിന് മുമ്പിൽ ചാടി ആത്മഹത്യ ചെയ്തത്. ഷൈനി ഈ കുട്ടികളെയും കൊണ്ട് ട്രെയിനിന് മുമ്പിൽ ചാടാനുള്ള കാരണം അവരുടെ ഭർത്താവിന്റെ ക്രൂര പീഡനം. ആ പീഡനം സഹിക്കാനാവാതെ ഡൈവേഴ്സിന് അപ്ലൈ ചെയ്തു. ആ പരനാറി ഡൈവേഴ്സും കൊടുത്തില്ല, ഇട്ട് അനുഭവിപ്പിച്ചുകൊണ്ടിരുന്നു ആ ഒരു സ്ത്രീയെയും 2 മക്കളെയും. സഹിക്കാൻ പറ്റാതെ വന്നു. ഒരു ജോലി പോലുമില്ല ഷൈനിക്ക്. കല്യാണം കഴിച്ചതിന് ശേഷം നേഴ്സായിരുന്ന ഷൈനിക്ക് ജോലി ഇല്ലാതെയായി. ഇല്ലെങ്കിൽ കുട്ടികളെ വളർത്താൻ വേണ്ടി ഒരു നല്ല ബ്രേക്ക് എടുത്തു, ഏകദേശം 9-10 വർഷത്തോളം. അതിനുശേഷം അവര് പല ആശുപത്രികളിൽ ജോലിക്കായി അപ്ലൈ ചെയ്തിട്ടും ജോലി കിട്ടിയില്ല. ജീവിക്കാൻ വേറെ മാർഗമൊന്നുമില്ല. അവസാനം ഭർത്താവിന്റെ ശല്യവും ജോലിയില്ലായ്മയും മൊത്തത്തിലുള്ള ആ ഒരു നിരാശ അവരെ ആത്മഹത്യയിലേക്ക് കൊണ്ടെത്തിച്ചു. ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് പല ചാനലുകളിൽ പല തരത്തിലുള്ള വാർത്തകൾ ഞാൻ കണ്ടു, നിങ്ങളും കണ്ടിട്ടുണ്ടാവും. എന്നാൽ ഈ പല വാർത്തകളിൽ നിന്ന് കുറച്ച് പോർഷൻസ് മാത്രം ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഒന്ന് റിയാക്ട് ചെയ്യാൻ. ചിലപ്പോൾ ഞാൻ കാണിക്കാൻ പോകുന്ന എല്ലാ വീഡിയോ ക്ലിപ്പുകളും നിങ്ങൾ കണ്ടിരിക്കണമെന്നില്ല. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് കാണുക. ഏകദേശം ഈ ഒരു വിഷയത്തിലെ കംപ്ലീറ്റ് ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടും. പിന്നെ ഈ ഷൈനിയുടെ ഭർത്താവ് നോബി, ഇവനെ പോലുള്ള നാറികൾ നമ്മുടെ സമൂഹത്തിൽ ഒരുപാടുണ്ട്. എനിക്ക് പേഴ്സണലി അറിയാം ഇതുപോലെ ഒരു നാറിയെ എന്ന് തന്നെ എനിക്ക് പറയാൻ പറ്റും. സ്വന്തം ഭാര്യയെ ഉപദ്രവിക്കുക, സ്വന്തം മക്കളെ ഉപദ്രവിക്കുക, എന്നിട്ട് മാന്യനെ പോലെ സമൂഹത്തിൽ ഇറങ്ങി നടക്കുക. ഇങ്ങനെയുള്ള ചെറ്റകൾ ഒരുപാടുണ്ട് ഇവിടെ, ഒരുപാട്. ഇപ്പൊ ഈ നോബി എന്ന് പറയുന്ന വ്യക്തി തന്നെ, ഈ ഷൈനിയുടെ ഭർത്താവായിട്ടുള്ള നോബി, അവന്റെ കുടുംബത്തിലേക്ക് നോക്കുകയാണെങ്കിൽ അവന്റെ ഒരു സിസ്റ്റർ, അവന്റെ ഒരു പെങ്ങൾ ഈ മഠത്തിലെ സിസ്റ്ററാണ്. അവന്റെ കുടുംബത്തിൽ തന്നെ പള്ളിയിലച്ഛനുണ്ട്. എന്നിട്ട് അവന്റെ തനിക്കുണം എന്താ? സ്വന്തം ഭാര്യയെ ഉപദ്രവിക്കുക, ഡൈവേഴ്സ് ചോദിച്ചാൽ അത് കൊടുക്കാതിരിക്കുക, ഇട്ട് നരകിപ്പിക്കുക. ഒന്ന് ആലോചിക്കണം നിങ്ങൾ. നിങ്ങളുടെ പരിസരത്തും കാണും ഇതുപോലുള്ള പരനാറികൾ. ചിലപ്പോൾ നിങ്ങളുടെ കണ്ണിൽ അവർ മാന്യന്മാരായിരിക്കും, പക്ഷെ അവന്മാരുടെ വീട്ടിലേക്ക് നമ്മളൊന്ന് പോയി നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ആ വീട്ടിലുള്ളവർ കണ്ണീര് കുടിക്കുകയായിരിക്കും ഇതുപോലുള്ള പരനാറികളെ കൊണ്ട്. എന്തായാലും ഈ ഒരു ഷൈനിയുടെ മക്കളുടെയും മരണവുമായി ബന്ധപ്പെട്ട് ഷൈനിയുടെ അച്ഛൻ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നത്, നമുക്ക് അതിൽ നിന്ന് തന്നെ തുടങ്ങാം. നിങ്ങളിതൊന്ന് കേൾക്കൂ, എന്നിട്ട് ഞാൻ ബാക്കി സംസാരിക്കാം. നമുക്ക് നീതി കിട്ടിയോ? കിട്ടിയില്ല, ഇതുവരെ കിട്ടിയില്ല. അങ്ങനെ നീതി കിട്ടിയ ഈ നോബിയെ അറസ്റ്റ് ചെയ്താൽ നീതി കിട്ടിയല്ലോ. എന്റെ കുഞ്ഞും മകളും പോയി, മകളുടെ 2 പിള്ളേരുണ്ടായിരുന്നതും പോയില്ലേ. എന്റെ മൂത്ത മകളായിരുന്നു, മനസ്സിലായി. അപ്പൊ അതെനിക്ക് നീതി കിട്ടിയതായിട്ട് ഞാൻ ഓർക്കുന്നില്ല. നീതിയായിട്ട് അവനെ പിടിച്ചാൽ മാത്രം നീതിയൊന്നും ആകിയില്ല. അവൻ ശിക്ഷിക്കപ്പെടണം. നേരത്തെ പരാതി കൊടുത്തിരുന്നില്ലേ? പിന്നെ എവിടേക്കാ പരാതി കൊടുത്തത്? ഫാമിലി കോർട്ടിലും ഏറ്റുമാനൂർ തൊടുപുഴ സ്റ്റേഷനിലും. തൊടുപുഴ സ്റ്റേഷനിൽ എന്താ പറഞ്ഞത്? അതവര് പബ്ലിക് പ്രോസിക്യൂട്ടറാണ്. ഞാനൊരു വക്കീലിനെ പോലും വെക്കണ്ടെന്ന സർക്കാർ വക്കീല. അത് മതി. അവനവിടുന്ന് ഹൈക്കോടതിയിൽ നിന്ന് ജാമ്യമൊക്കെ എടുത്ത് അവൻ പുല്ലുപോട് നടപ്പുണ്ട്. അന്ന് എന്ത് പരാതി നമ്മൾ കൊടുത്തത്? അവളെ അന്ന് അവിടെ കിടന്ന് അടിച്ച് കൊല്ലാൻ തുടങ്ങിയിട്ട് ഞങ്ങൾ പാതിരായ്ക്ക് 2:30 മണിക്കാണ് ചെന്ന് കൂട്ടിക്കൊണ്ട് വരുന്നത്. വഴിയിൽ നിന്ന് കൂട്ടിക്കൊണ്ട് വന്ന് ഇറക്കി വിട്ട പെണ്ണിനെ, അല്ലാതെ അവിടുന്ന് പോകുന്നതല്ല. ഇറക്കി വിട്ട പെണ്ണിനെ, ഒരു കുഞ്ഞിനെ കൂടെ, പിന്നെ SI സർക്കിളോടെ എൻ്റെ കൂടെ വന്നിട്ട് അവരുടെ വീട്ടിലുള്ള ഉണ്ടായിരുന്ന മൂത്ത കുഞ്ഞിനെ കൂടെ കൂട്ടിക്കൊണ്ട് പോരുകയത്. അന്ന് രാത്രിയിൽ ഇയാളെ എടുത്തിട്ട് അടിച്ചു. രാവിലെ മോര് തുടങ്ങിയതാ. അപ്പൊ എന്നിട്ട് അവരുടെ തന്നെ കസിൻസ് അത് കണ്ടിരുന്ന ഒരു ദൃക്സാക്ഷികൾ, സാക്ഷിയുണ്ട് ആ കേസിലൊക്കെ. അവരിവിടെ വന്ന് ഞാനിവിടെ ബോബി ആ സമയത്തുണ്ട്. ആ വീട്ടിലുണ്ടോന്ന് അറിയത്തില്ല. പിന്നെ അതൊക്കെ കഴിഞ്ഞാ പോയി. അതൊക്കെ കഴിഞ്ഞാ പോയി. അപ്പൊ എന്താ ഇതിപ്പോ ഞാനിതെല്ലാം കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എന്ത് വരുമെന്ന് എനിക്ക് തന്നെ ഭയം. അതുകൊണ്ട് നിങ്ങൾ ദയവ് ഇത്രയൊക്കെ മതി, ഇത്രയൊക്കെ മതി. ആ അച്ഛനോട് ഇനി കൂടുതലായിട്ടൊന്നും ചോദിക്കണ്ട. അദ്ദേഹം പറയാനുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട്. നീതി കിട്ടുമോ എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് ഇതുവരെയായിട്ടും നീതി കിട്ടിയിട്ടില്ല. നോബി എന്ന് പറയുന്ന ഷൈനിയുടെ ഭർത്താവിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി എന്ന് പറഞ്ഞത് കൊണ്ട് ഉടനെ, അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്തുകൊണ്ട് അവർക്ക് നീതി കിട്ടി, അല്ലെങ്കിൽ ഷൈനിക്കും ഷൈനിയുടെ 2 മക്കൾക്കും നീതി കിട്ടിയെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ല, ഒരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല. ഒരു തെറ്റ് ഒരുത്തൻ ചെയ്തു, അത് ഇവിടെ കണ്ടുപിടിച്ചു, അവനെ ജയിലിലേക്ക് വിട്ടു.
എന്ന് വെച്ചിട്ട് നീതി നടപ്പായെന്നാണോ? ഒരിക്കലും അല്ല. അവന് തക്കതായ ശിക്ഷ കിട്ടണം. മനസ്സിലായില്ലേ? ഇതിപ്പം ഈ നോബിയുടെ കേസിൽ തന്നെ നേരത്തെ ആണെങ്കിലും കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അവൻ പുല്ലുപോലെ ജാമ്യം എടുത്ത് തെരപ്പര അവൻ ഇപ്പോഴും നടപ്പുണ്ട്. ഇല്ലേ? വല്ലതും സംഭവിച്ചോ? ഇല്ല. പോയപ്പോ എന്തു പോയി? ആ 2 പിള്ളേരും അവരുടെ അമ്മയും പോയി. ഈ പരനാറി വേണമെങ്കിൽ അടുത്ത കെട്ടി അവൻ സുഖിക്കും. ഇല്ലേ? നിങ്ങൾ പറഞ്ഞാ പറ. ഇവനൊക്കെ അതായിരിക്കും ചെയ്യാൻ പോകുന്നത്. അതോടൊപ്പം തന്നെ നിങ്ങളൊന്ന് ചുറ്റും കണ്ണു ഓടിച്ചു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ചുറ്റിലുള്ള ഓരോ വീട്ടിലും ഒരു 10 വീടെടുത്തു കഴിഞ്ഞാൽ ഒരു വീട്ടിൽ കാണും ഇതുപോലുള്ള പരനാറി നോബികള്. ഇല്ലേ? കാണും. നമുക്കറിയില്ല. കാരണം നമ്മുടെ സമൂഹത്തിലേക്ക് അവന്മാർ ഇറങ്ങുമ്പോ വലിയ വലിയ നല്ല കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ച് ചെത്ത് ഷർട്ടൊക്കെ ഇട്ട് ഇൻസേർട്ടൊക്കെ ചെയ്ത് മറ്റേ കോളർ സെറ്റപ്പ് ഒക്കെ ഇട്ട് എന്താണ് നമ്മുടെ ടൈ ഒക്കെ ഇട്ട് മാന്യനായിരിക്കും. സ്വന്തം വീട്ടിലോട്ട് കയറി കഴിഞ്ഞാൽ ഏറ്റവും വൃത്തികെട്ടവനായിരിക്കും അവൻ. ഇങ്ങനെയുള്ളവരുണ്ട്. എല്ലാവരും ഇങ്ങനെയാണെന്നും ഞാൻ പറയില്ല. നല്ലവരായ ഒരുപാട് ആളുകളുണ്ട്. സ്ത്രീയെ ബഹുമാനിക്കാൻ അറിയാവുന്ന, സ്ത്രീക്ക് തിരിച്ചു ബഹുമാനിക്കാൻ അറിയാവുന്ന, ഗീവ് റെസ്പെക്ട് ആൻഡ് ടേക്ക് റെസ്പെക്ട് എന്ന, അങ്ങോട്ടും ഇങ്ങോട്ടും റെസ്പെക്ട് ചെയ്ത് ജീവിക്കുന്ന ഒരുപാട് ഭാര്യ ഭർത്താക്കന്മാർ നമ്മുടെ നാട്ടിലുണ്ട്. പക്ഷെ ചില ഇതുപോലുള്ള നാറികളുണ്ട്. ഇല്ലേ? ഇവന്മാർക്കൊക്കെ തക്കതായ ശിക്ഷ കിട്ടണം. ഇത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. പിന്നെ ആ ചേച്ചിയുടെ മാനസികാവസ്ഥയും വല്ലാത്തൊരവസ്ഥയായിരിക്കും. ഇപ്പൊ അവര് പറയുന്നുണ്ട് ഒരിക്കലും ആ ചേച്ചി ഇറങ്ങി പോകുന്നതല്ല, ആ പരനാറി ആ വീട്ടിൽ നിന്ന് അടിച്ചിറക്കി വിട്ടതാ. വേറെ കുറെ ചാനലിലൊക്കെ ഞാൻ കേട്ടു. ഓരോ ന്യൂസ് ചാനലിൽ നമ്മൾ പല വാർത്തകളാണല്ലോ വരുന്നത്. അതിനകത്ത് ഒരു ചാനലിൽ പറയുന്നത് കേട്ടു ഷൈനിയൊക്കെ വീട്ടിൽ നിന്ന് ഇറങ്ങി പോയതാണെന്ന്. അപ്പൊ ഷൈനിയുടെ അച്ഛൻ തന്നെ പറയുന്നു അങ്ങനൊന്നും അല്ല, അവിടുന്ന് ഇറക്കി വിട്ടതാ ആ പരനാറി അവളെ. എന്നിട്ടാണ് ഈ അച്ഛൻ ചെന്ന് മക്കളെയും ആ മോളുടെ പിള്ളേരെയൊക്കെ കൂട്ടി വീട്ടിലേക്ക് വരുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ. നമുക്കാർക്കും ഈ വാർത്താ ചാനലുകളിൽ വരുന്നതാണെങ്കിൽ പോലും ഒരു പരിധിയിൽ കൂടുതൽ എല്ലാം സത്യമാണെന്നല്ല, ആ വീട്ടിലുള്ള ആളുകളുടെ അടുക്ക പോയി ചോദിക്കുമ്പോൾ അവര് പറയും. അപ്പം നമ്മൾ കേട്ടതൊന്നും ആയിരിക്കത്തില്ല സത്യം. ഇപ്പൊ അതാ അച്ഛൻ പറയുന്ന കേൾക്കൂ നിങ്ങൾ. അവരിതിന് മുമ്പും കേസൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അവർക്ക് കൂടുതലൊന്നും സംസാരിക്കാൻ വയ്യ. എനിക്ക് താല്പര്യമില്ല, ഇനി അത് വേറെ പ്രശ്നങ്ങളായി മാറും. കേസുണ്ട്, കേസിന്റെ പുറകെ തന്നെ പോട്ടെ. ഇവൻ ഒരുപാട് ഉപദ്രവിച്ചിട്ടുണ്ട് ആ സ്ത്രീയെ. ആ ഉപദ്രവിച്ചതിന്റെ പേരിലൊക്കെ ഇതിന് മുമ്പ് തന്നെ കേസ് കൊടുത്തിട്ടുണ്ട്. പക്ഷെ അതിനൊക്കെ എന്തെങ്കിലും നീതി അവർക്ക് കിട്ടിയോ? ഇല്ല. അതുപോലെ തന്നെ ഞാൻ വേറൊരു കാര്യം പറയട്ടെ. ഈ പല വീടുകളിലും ഞാൻ നേരത്തെ ഒന്ന് സൂചിപ്പിച്ചതാണ്, പല വീടുകളിലും അകത്ത് നടക്കുന്ന പ്രശ്നങ്ങൾ നമുക്ക് അറിയാൻ ഒരു മാർഗവും ഇല്ല. നമ്മൾ പുറത്ത് എന്താണ് അവര് അത് മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ. പേഴ്സണൽ അവരുടെ ബെഡ്റൂമുകളിൽ അവരെന്താണെന്നുള്ളത് നമുക്ക് അറിയില്ല. ആരെ ഉപദ്രവിക്കുന്നു ഒന്നും നമുക്ക് അറിയാൻ പറ്റില്ല. ഇനി ഷൈനിയുടെ ഒരു വോയിസ്, ഷൈനിയുടെ ഒരു കൂട്ടുകാരിക്ക് അയച്ച ഒരു വോയിസ് ഇപ്പൊ പുറത്തു വന്നിട്ടുണ്ട്. അത് നിങ്ങളൊന്ന് കേൾക്കുക. കുറച്ച് മാത്രമേ ഞാൻ വെക്കുന്നുള്ളൂ. അതിനുശേഷം വളരെ പ്രധാനപ്പെട്ട ഒരു സാമൂഹ്യ പ്രവർത്തകൻ കുറച്ച് കാര്യങ്ങൾ പറയുന്നതും കൂടെ നിങ്ങളെ എനിക്ക് കേൾപ്പിച്ചു തരണം. എനിക്ക് ഈ ഒരു കാണിച്ചു തരുന്ന വീഡിയോ ക്ലിപ്പുകളിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് തോന്നിയ ഒരു വീഡിയോ ക്ലിപ്പ് അത് തന്നെയാണ്. കാരണം ഈ നാക്കിട്ടടിക്കാൻ ഞാനൊരു കാര്യം ചോദിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. എടി, നമ്മുടെ ഏഷ്യക്കാട്ടിൽ ഇപ്പം വേക്കൻസി വല്ലതും അറിയാവോ? നീ ഇവിടെ ആരെങ്കിലും അറിയുന്നവരുണ്ടോ എന്ന് വിളിച്ച് ചോദിക്കാൻ മതി. ഞാൻ ഓർക്കുമായിരുന്നു ഇപ്പം കുറച്ച് നാളൊരു വർഷത്തേക്കുള്ള അവിടെ ഒന്ന് കയറിപ്പോയി നോക്കിയാൽ വെച്ചാൽ ഈ അമേരിക്കയുടെ എൻട്രസാറിന് എനിക്ക് തന്നാലും ഇപ്പോൾ 1 വർഷത്തോളം എടുക്കും. കഴിയണമെങ്കിലേ ആ സമയം കൊണ്ട് നാട്ടിലെങ്ങൊന്നും കിട്ടുന്നില്ല. ഒത്തിരി തപ്പി നിയമത്തിന് പിള്ളേരെ എല്ലാം ഹോസ്റ്റലിൽ എടുത്തിട്ട് ജോലി ചെയ്യുകയാണെങ്കിൽ ആ സമയം നമുക്കൊരു പ്രസന്റ് എക്സ്പീരിയൻസ് ആവുകയും ചെയ്യും. ആ സമയം കൊണ്ട് നമ്മൾ ജോലിയും ചെയ്യുമായിരുന്നല്ലോ, ഓട്ടോണ്ടിരിക്കുമായിരുന്നു. ഇപ്പോൾ കുറേ ആയിട്ട് എനിക്കിപ്പോൾ നമ്മുടെ ഏഷ്യഹാട്ടിലെ ആ ഒരു ഗ്രൂപ്പ് വന്നിട്ടുണ്ട്, നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പേ. കുറേ ആയിരുന്നു. ഇപ്പം എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതിന് മെസ്സേജസ് ഒക്കെ ഇടുകയും ചെയ്യുന്നുണ്ട്. ഇതൊക്കെ ഒരു വട്ടം വന്നിട്ടുണ്ടോ? പിന്നെ വേറെ എന്നാ വിശേഷം? അതിപ്പം കഴിഞ്ഞ ഫെബ്രുവരി ഇല്ല 17 ഡേറ്റ് ഉണ്ടായിരുന്നു. അതിനും പുള്ളി വന്നില്ല. പുള്ളിക്ക് നാട്ടിൽ വന്നിട്ടുണ്ട്, ആരും വന്നില്ല. ഈ ലെറ്റർ അവർ കൈപ്പറ്റുന്നില്ല. ഇപ്പോൾ 3-4 പ്രാവശ്യമായി. എന്നാ റീസൺ എന്താണെന്ന് എനിക്കറിയത്തില്ല. ഇപ്പോൾ ഇത്ര നാളായിട്ട് ഒക്കെ ഇനിയിപ്പോൾ അടുത്ത ഏപ്രിൽ 17 അടുത്ത ഡേറ്റ് ഇട്ടിരുന്നു. ഏപ്രിൽ 9 ഡേറ്റ് വന്നിട്ടില്ലായെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ പിള്ളേർക്ക് കിട്ടാനുള്ള പൈസ അയച്ചത് കാണണം. എന്താ ചേട്ടാന്നറിയത്തില്ല. അതായത് വീണ്ടും പോകുന്ന പരിപാടിയാണ്. അതിപ്പോൾ ഒരു തീരുമാനവും ആവുന്നില്ല. എത്ര നാളായി ഇങ്ങനെ നിൽക്കാൻ തുടങ്ങിയിട്ട്. സുഹൃത്തിനോടും ഷൈനി പറയുന്നത് ഡൈവോഴ്സിനെ പറ്റിയിട്ടാണ്. അതുപോലെ തന്നെ ഒരു ജോലിയുടെ കാര്യവും സൂചിപ്പിക്കുന്നുണ്ട്. ഈ ഡൈവോഴ്സ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഡൈവോഴ്സ് നോട്ടീസ് 2-3 തവണയൊക്കെ ആ പരനാറിക്ക് അയച്ചിട്ടും അവനത് കൈപ്പറ്റിയില്ല.
അവന് കൊടുക്കണ്ട, ഡൈവേഴ്സ് കൊടുക്കണ്ട, മനസ്സിലായില്ലേ? ഷൈനി സമാധാനത്തോടുകൂടി ജീവിക്കുന്നത് കാണാൻ അവന് താല്പര്യമില്ല. അവന് മാക്സിമം ഉപദ്രവിക്കണം. ഇങ്ങനെയുള്ള ചില ഭ്രാന്തന്മാരുണ്ട് നമ്മുടെ നാട്ടില്. അതിലെ ഒരു ഭ്രാന്തനാണ് ഈ നോബി എന്ന് പറയുന്നവൻ. നല്ല സത്യം പറയാലോ, ഈ എന്തിനാണ് സ്ത്രീകൾ ഇത്ര സഹിക്കുന്നത്? ചേച്ചിമാരെ, നിങ്ങൾ ആരെങ്കിലും ഈ വീഡിയോ കാണുന്നതിനകത്ത് എൻ്റെ അമ്മ പെങ്ങന്മാരാരെങ്കിലും ഒക്കെ നിങ്ങളൊക്കെ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ സഹിച്ചും ഒക്കെയാണ് നിങ്ങളുടെ വീടുകളിൽ നിൽക്കുന്നത്. നിങ്ങളുടെ ഭർത്താക്കന്മാരിൽ നിന്ന് നിങ്ങൾ ഒരുപാട്, എനിക്ക് പേഴ്സണലിയൊക്കെ ഒരുപാട് പേര് മെസ്സേജ് അയക്കുന്നുണ്ട്. അങ്ങനെയുള്ള ആളുകൾ നിങ്ങൾ എന്തിനിങ്ങനെ പേടിച്ച് കിടക്കണം? എന്തിനിങ്ങനെ പേടിച്ച് കിടക്കണം? ഒരിക്കലും നിങ്ങൾ ആരെയും പേടിച്ച് നിൽക്കേണ്ട കാര്യമില്ല. പ്രത്യേകിച്ച് ഈ ഒരു കാലഘട്ടത്തിൽ നിങ്ങൾ മുന്നോട്ട് വരണം. നിങ്ങളുടെ ദേഹത്തൊരുത്തം കൈവച്ചാൽ അത് ഭർത്താവാണെങ്കിൽ അടിച്ച് പെടലി പൊട്ടിക്കണം അവൻ്റെ. ഞാൻ അത്രേ പറയുള്ളൂ. അതിനകത്ത് ഇപ്പം എന്ത് വയലൻസ്, എനിക്കത് വയലൻസ് പ്രൊമോട്ട് ചെയ്യുന്ന കണക്കൊന്നും എനിക്ക് തോന്നുന്നില്ല കേട്ടോ. അതായത് സ്ത്രീകളെ ഉപദ്രവിക്കാം, ഈ കല്യാണം കഴിച്ച പുരുഷന്മാർക്ക് ഭാര്യമാരെ അടിച്ചിടിച്ച് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ചെയ്യുക, അവരത് കൊണ്ടോണ്ടിരിക്കണമെന്നാണോ? ഞാനൊരിക്കലും അതിനകത്ത് യോജിക്കുന്നില്ല. നിങ്ങളുടെ ദേഹത്ത് കൈവച്ചിട്ടുണ്ടെങ്കിൽ തിരിച്ച് കൊടുക്കണം നല്ല കാനത്തിൽ. കാരണം ഞാനത് കൊടുക്കാൻ പറയുന്ന കാരണം വേറൊന്നും കൊണ്ടല്ല. ഒരു കുടുംബത്തിലെ ഒരു പ്രശ്നം ഇതുപോലെ ഒരു വീടിനകത്ത് നടക്കുന്ന പ്രശ്നത്തിൽ ഒരു നാട്ടുകാരും വന്ന് ഇടപെടത്തില്ല. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഒരുത്തനും ഇടപെടത്തില്ല. പുറത്ത് നിന്ന് ഉമാരി കൈകൊട്ടിച്ചിരിക്കാനും പിന്നെ ഇങ്ങനെ എന്തെങ്കിലും ഇപ്പൊ ആ ചേച്ചി മക്കൾ മരിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് വന്ന് കഥ പറയാനും ഇങ്ങനെയുള്ള പരിപാടിക്കൊക്കെ ഈ നാട്ടുകാർ തന്നെയാണ് കാണത്തുള്ളൂ. അല്ലാതെ ഒരു കുടുംബത്തിൽ ഒരു പ്രശ്നം നടക്കുമ്പോൾ ഒരു ഭാര്യയെ ഒരു ഭർത്താവ് എടുത്തിട്ട് തട്ടിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ഒരു ചെറ്റം വന്ന് ചോദിക്കത്തില്ല. അത് നാട്ടുകാരെയും കുറ്റം പറയാൻ പറ്റത്തില്ല. ഈ ചോദിക്കാൻ ചെന്ന് കഴിഞ്ഞാൽ ലാസ്റ്റ് അവരുടെ പെടലേക്കും പല പണികളും വരും. അതുകൊണ്ടാണ് കുറെ സ്ഥലങ്ങളിൽ ഇടപെടാത്തത് പല ആളുകളും. മനസ്സിലായില്ലേ? പക്ഷെ അങ്ങനെ ഇടപെടാൻ താല്പര്യമില്ലാത്ത ആളുകൾ, അല്ലെങ്കിൽ ഇടപെട്ടാൽ പ്രശ്നമാകുമെന്ന് വിചാരിക്കുന്ന ആളുകൾ ഈ ഒരു മരണം, ഇപ്പൊ ഈ ചേച്ചിയുടെ, ഞാനത് നിങ്ങളോട് പറയാൻ കാരണം ഒരു സാമൂഹ്യ പ്രവർത്തകൻ വന്ന് അവന്റെ കുറച്ച് കോണയടിക്കുന്നുണ്ട്. അവൻ ആ പെങ്ങൾ മരിച്ചപ്പോഴത്തേക്ക് അവിടെ പോയി വല്ലതും ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. അല്ലെങ്കിൽ മരിക്കുന്നതിന് മുമ്പ് അവർക്ക് വേണ്ടി എന്തെങ്കിലും അവൻ പറയുന്നത് എന്തൊക്കെയോ ചെയ്ത് കൊടുത്തെന്നൊക്കെയാണ്, നമുക്കറിയത്തില്ല. പക്ഷെ മരിച്ചു കഴിയുമ്പോഴത്തേക്ക് അവിടെ ചെന്ന് കഥ പറയാൻ ഇതുപോലത്തെ കുറെ എണ്ണങ്ങൾ കാണും. ഈ വീഡിയോ നിങ്ങളൊന്ന് കാണിച്ച്, അവിടുത്തെ ഒരു പഞ്ചായത്ത് പ്രസിഡന്റാ, ഒന്ന് നോക്കിയത്. ഷൈനി അറിയാമെന്ന് വെച്ചാൽ എനിക്കോ ഈ നാട്ടുകാർക്കോ അടുത്ത് പരിചയം ഷൈനിയായിട്ട് ആർക്കുമില്ല. കാരണം ഷൈനിയുടെ ഒരു പ്രത്യേക സ്വഭാവം അതാണ്, ആരോടും ഒന്നും പറയില്ല. അതോടൊപ്പം തന്നെ ഞാൻ ഷൈനിയിൽ കണ്ടൊരു കാര്യം എന്ന് പറയുന്നത്, ഒന്നിനും ഒരു പരാതിയുമില്ലാതെ സ്വന്തമായി കൃഷി ചെയ്യുന്നു, മുട്ടക്കോഴികളെ വളർത്തുന്നു, അത് വാഴക്കൊല തന്നെ നേരിട്ട് കൊണ്ട് വെട്ടിക്കൊണ്ട് കൊടുക്കുന്നു. അല്ലാതെ നിന്നോടൊക്കെ വന്ന് വല്ലതും പറഞ്ഞു കഴിഞ്ഞാൽ നീയൊക്കെ എന്നാ ചെയ്തു കൊടുക്കും? അല്ല, എനിക്ക് ഇത്രേ ഉള്ളൂ ചോദിക്കാൻ, നീയൊക്കെ എന്ത് ചെയ്ത് കൊടുക്കും? നീയൊക്കെ അവരുടെ കൂടെ നടക്കുവോ അവരുടെ വീട്ടിലെ പ്രശ്നം തീർക്കാൻ? അല്ലെങ്കിൽ നീ അവരുടെ കൂടെ പോലീസ് സ്റ്റേഷനിൽ പോവോ സാക്ഷി പറയാൻ? ഒരു മാങ്ങയും ചെയ്യത്തില്ലല്ലോ നീയൊക്കെ. കുടുംബ പ്രശ്നം അതും പറഞ്ഞ് ഇടപെടത്തില്ല. സത്യം പറഞ്ഞാൽ എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്താണെന്നറിയോ? ഈ കുടുംബ പ്രശ്നങ്ങൾ ഇടപെടാനായിട്ട് പ്രത്യേക ഒരു വിങ്ങോ എന്തെങ്കിലും ഇവിടെ വേണം, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം ഒരുപാട് സ്ത്രീകൾ ബുദ്ധിമുട്ട് ഇന്ന് അനുഭവിക്കുന്നുണ്ട് പല നാടുകളിൽ നിന്നും. കള്ളു കുടിച്ചും മയക്കുമരുന്നിന്റെ പുറത്തും ഇനി ഇതൊന്നും ഇല്ലാതെ ഭാര്യമാരെ ഉപദ്രവിക്കുന്ന ചെറ്റകളുണ്ട് ഇവിടെ. മനസ്സിലായില്ലേ? അവരിലേക്ക് ഈ ഇപ്പം പുറത്ത് നിൽക്കുന്ന ആളുകൾ ഒരിക്കലും ഒരു പരിധിയിൽ കൂടുതൽ ഇടപെടത്തില്ല. ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് കഥ പറയാനേ കാണുകയുള്ളൂ, കൈകൊട്ടി ചിരിക്കാനേ കാണത്തുള്ളൂ. പക്ഷെ ആ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ ചിലപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഈ വീടിനകത്ത് അല്ലെങ്കിൽ പുറത്ത്, വീടിനകത്ത് വെറും നികൃഷ്ടമായ ഒരു ജീവിയായിരിക്കും. പുറത്തിറങ്ങുമ്പോഴത്തേക്ക് ഇവനെ പോലുള്ളവന്മാര് മറ്റേ ഡീസന്റ് ആയിരിക്കും. നാട്ടുകാരുടെ ഫ്രണ്ടിൽ മറ്റേ മാന്യൻ, ഏറ്റവും വലിയ മാന്യൻ. ഇപ്പം പുറത്ത് ജനങ്ങളോട് ഇപ്പം നാട്ടുകാരോട് ചിലപ്പം ഈ ഒരു സ്ത്രീ വന്ന് പറയുകയാണ് എന്റെ ഭർത്താവ് ഇങ്ങനെയാന്ന് പറഞ്ഞാൽ പോലും ചിലപ്പോൾ നാട്ടുകാർ വിശ്വസിക്കത്തില്ല. കാരണം അവരുടെ മുന്നിൽ അവരുടെ കണ്ണിലുണ്ണിയായിരിക്കും, മാന്യനായിരിക്കും. പക്ഷെ ആ വീട്ടിനകത്ത് നടക്കുന്നത് അവർക്കേ അറിയുള്ളൂ. ഇതൊക്കെ അന്വേഷിക്കാനായിട്ട് ഇവിടെ ഒരു വിങ്, ഈ പോലീസുകാരെ കൊണ്ട് മാത്രം ഇവിടെ ഒരു മാങ്ങ നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം പോലീസുകാർ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ കൂടുതലും കോംപ്രമൈസ് ആക്കി വിടാനേ ശ്രമിക്കുകയുള്ളൂ. അനുഭവസ്ഥനാണ്, അതുകൊണ്ട് പറയുക, കോംപ്രമൈസ് ചെയ്ത് വിടാനേ പറ്റുള്ളൂ. അവരതേ ചെയ്യത്തുള്ളൂ കൂടുതലും. പിന്നെ നാട്ടുകാർ നെണ്ടികളെ കൊണ്ടും ദൈവമുള്ള നാടുകളെ കൊണ്ടൊന്നും ഒരു ഗുണമില്ല. ഇങ്ങനെ വന്ന് പറയും. ഒരു പഞ്ചായത്തിൽ ഒരാൾ ഇങ്ങനെ മരിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ വന്ന് മാക്സിമം TV കവറേജ് കിട്ടി എന്തെങ്കിലുമൊക്കെ കഥ പറയാൻ വേണ്ടി വന്നിരിക്കും. അല്ലാതെ ഒരു തേങ്ങ ഇവനൊന്നും ചെയ്യത്തില്ല. ബാക്കിയും കൂടെ ഒന്ന് കാണും. അങ്ങനെ ആ കുടുംബം നന്നായി നോക്കുന്നതായിട്ടാണ് ഈ കണ്ടത്. പിന്നെ വീട്ടിൽ ചെറിയ രീതിയിലുള്ള മർദ്ദനവും കാര്യങ്ങളും കൊണ്ടെന്നൊക്കെ പറഞ്ഞു കേട്ടു. പക്ഷെ അതിലേക്കൊന്നും നമ്മൾ ശ്രദ്ധയില്ലാതെ ആരും പറഞ്ഞിട്ടുമില്ല. അതുപോലെ തന്നെ പലപ്പോഴും അയൽവാസികളൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, പിള്ളേർ കൂട്ടക്കരച്ചിൽ നടത്തുന്നതായിട്ടൊക്കെ കേട്ടിട്ടുണ്ട്. പക്ഷേ നോബിയുടെ കരച്ചിൽ ഇന്ന് വരെ പുറത്താരും കേട്ടിട്ടില്ല. ഈ ഷൈനയുടെ കേട്ടിട്ടില്ല. അപ്പോൾ ഏറ്റവും അവസാനം ഏതാണ്ട് ഈ പറഞ്ഞാൽ 9 മാസം മുമ്പ് ഇങ്ങനെ അവിടെ എന്തോ കമ്പനിയൊക്കെ നടന്ന സമയത്ത് അതായത് നോബി പോകുന്നതിൻ്റെ തലേ ദിവസം അവിടെ എന്തോ പ്രശ്നമൊക്കെ നടന്നു. അനിയൻ കൂട്ടിക്കൊണ്ട് പോയി അനിയൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി എന്നൊക്കെ ഞാൻ കേട്ടിരുന്നു. ഈ ഷൈനി ഇടയ്ക്ക് സമയം കിട്ടുമ്പോഴൊക്കെ കരിങ്കുന്നത്ത് പാലിയേറ്റീവ് കെയർ ഹോം സർവീസ് ഉണ്ട്. ഈ പാലിയേറ്റീവുകാരുടെ കൂടെ പാവപ്പെട്ട രോഗികളെ നോക്കാനൊക്കെ ഷൈനി പോകാറുണ്ട്.
അപ്പോൾ അതൊരു സർട്ടിഫിക്കറ്റ് ആയിട്ട് എനിക്ക് എഴുതി തരുമോ? അപ്പോൾ ഞാൻ ചോദിച്ചു എന്താ കാരണം എന്ന് ചോദിച്ചപ്പോൾ ഞാൻ കാരിത്താസ് ഹോസ്പിറ്റലിൽ ചെന്നു. അവരടുത്താണ് കാരിത്താസ് ഹോസ്പിറ്റൽ. അപ്പോൾ ആ ഹോസ്പിറ്റലുകാർ പറഞ്ഞു ഇത്രയും ഗ്യാപ്പ് 12 വർഷത്തെ ഗ്യാപ്പുണ്ട്, അപ്പോൾ അതുകൊണ്ട് ഒരു സർട്ടിഫിക്കറ്റ് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അത് വെച്ച് കൊടുത്തോളാം. പക്ഷേ കുറേ ദിവസം കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു അത് തിരിച്ചു തന്നപ്പോൾ അവരെന്നെ അവിടെ എടുത്തില്ല. ആ ചേച്ചി ഉണ്ടല്ലോ, ഈ ഷൈനി എന്ന് പറയുന്ന ചേച്ചി, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അവർക്ക് സ്വന്തമായിട്ടൊരു ജോലിക്ക് പോകണം, മക്കളെ നോക്കണം എന്നൊരു ആഗ്രഹമുള്ളൊരു സ്ത്രീയായിരുന്നു. ഈ ഭർത്താവിന്റെ ആട്ടും തുപ്പും കേട്ടും അടുത്ത് സ്വന്തം വീട്ടിൽ പോയി നിന്നെങ്കിൽ പോലും അവർക്ക് സ്വന്തമായിട്ട് അവർക്കൊരു പ്രൊഫഷൻ ഉണ്ടായിരുന്നു, ഒരു നേഴ്സായിരുന്നു. ചിലപ്പോൾ കല്യാണം കഴിഞ്ഞപ്പോൾ ഈ പരനാതി പണിക്ക് വിടാഞ്ഞതായിരിക്കാം, മനസ്സിലായില്ലേ? അതുപോലെ തന്നെ എനിക്ക് ഇവിടുത്തെ സ്ത്രീകളോട് പറയാനുള്ളത്, നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു ജോലി ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലൊരു കാര്യമാണത്. ഒരിക്കലും നിങ്ങളുടെ ഭർത്താക്കന്മാർക്കും അല്ലെങ്കിൽ നിങ്ങളുടെ നിങ്ങളുടെ ഭർത്താവിനും നിങ്ങളുടെ കുട്ടികൾക്കും വേണ്ടി നിങ്ങളുടെ ഒരു പ്രൊഫഷൻ, നിങ്ങളുടെ കയ്യിലുള്ള ഒരു പ്രൊഫഷൻ ഒരിക്കലും വിട്ടുകളയരുത്. ചെറിയൊരു സാലറി ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്, പക്ഷെ നിങ്ങൾ പോകണം. ഒരിക്കലും നിങ്ങൾ ജോലി വിട്ട് കളിക്കരുത്. നിങ്ങൾക്ക് ഒരു 10 രൂപ നിങ്ങളുടെ കയ്യിൽ സ്വന്തമായിട്ട് എടുക്കാനുണ്ടെങ്കിൽ അതെന്നും നിങ്ങൾക്ക് ഒരു മുതൽക്കൂട്ടായിട്ട് മാറും. ഇല്ലെങ്കിൽ ഇതുപോലുള്ള ഒരുപാട് ഷൈനിമാര് നമ്മുടെ നാട്ടിലുണ്ടാവും. കാരണം ആ ചേച്ചിയുടെ അവസ്ഥ നിങ്ങൾ നോക്കൂ. ചിലപ്പോൾ ഈ ഡൈവോഴ്സ്, ഈ ഒരു കേസും പരിപാടിയൊക്കെ നടക്കുകയാണ്, അതിനൊക്കെ അവരുടെ കാശ് വേണ്ടേ? ഇപ്പൊ ഗവൺമെന്റ് ഇപ്പൊ വക്കീലിനെ വെച്ച് കൊടുത്ത്, അവരുടെ കാര്യത്തിൽ ഗവൺമെന്റ് ആണ് വക്കീലിനെ വെച്ച് കൊടുത്തിരിക്കുന്നത്, പബ്ലിക് പ്രോസിക്യൂട്ടർ ഉണ്ട്. പക്ഷെ എങ്കിൽ പോലും ഇതിന്റെ പുറകെ നടക്കാനൊക്കെ പൈസ വേണ്ടേ? മാനസികമായിട്ട് അവർ ഒരുപാട് തളർന്നു കാണും. പ്രായമായ അച്ഛനും അമ്മയാണ്, അവരെ എത്രയാന്ന് പറഞ്ഞാൽ അമ്മയ്ക്കാണെങ്കിലും അസുഖമൊക്കെ ആയിട്ട് ഓരോ ഇതിന്റെ പുറത്തൊക്കെ ഇങ്ങനെ നടക്കുകയാണ്. അപ്പൊ അതിന്റെ ഇടയ്ക്ക് അവരുടെ കാര്യത്തിലും കാശ് ഒരുപാട്, അവർ മെന്റലി, പിന്നെ 2 പെൺകുട്ടികള്, അവർക്കൊരു ജോലി കിട്ടുന്നില്ല. ഇതൊക്കെ അവരെ ഒരു ആത്മഹത്യയിലേക്ക് എത്തിച്ചു. ഇതിന്റെയൊക്കെ മെയിൻ കാരണക്കാരൻ ഈ നോബി എന്ന് പറയുന്ന നാറിയും കൂടെ. അതുകൊണ്ട് തന്നെ വെറുതെ ഒന്നും ഇവനൊന്നും വിടരുത്. ഇവനൊക്കെ പ്രോപ്പർ ആയിട്ടുള്ള ശിക്ഷ കിട്ടണം, പ്രോപ്പറായിട്ട്. ഏറ്റവും കുറഞ്ഞു ഇവനെ എന്തായാലും ഇവിടെ തൂക്കിക്കല്ലോനോ വേറെ ഒന്നും ചെയ്യത്തൊന്നുമില്ല, കുറച്ചു കാലം ജയിലിലിടും. അത് പറ്റുമെങ്കിൽ മാക്സിമം ഒരു 10-12 കൊല്ലമെങ്കിലും ഇവനെയൊക്കെ ഇടണം. ഇവൻ ഇനിയും ഒരു കല്യാണം കഴിച്ച് സുഖിക്കരുത്. ആ ചേച്ചി മക്കളും പോയി, ഇനി ഇവനായിട്ട് ഇനി ഇവിടെ ഒരു സുഖം കിട്ടരുത്. അവന്റെ ഒരു നല്ല പ്രായം മൊത്തം ഇനി അവൻ ജയിലിൽ കിടക്കണം. അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ഇവിടുത്തെ നിയമം അല്ലെങ്കിൽ ഇവിടുത്തെ നിയമ സംഹിത ചെയ്തെങ്കിൽ മാത്രമേ ഇങ്ങനെയുള്ള തെറ്റുകളും കൂടെ ഇവിടെ ഇല്ലാതെയാവുള്ളൂ. ദിനം പ്രതി കണ്ടുകൊണ്ടിരിക്കുകയല്ലേ പല തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് അതിന്റെ വേറൊരു വേർഷനാണ് ഇപ്പൊ ഈ കാണുന്നത്. ആൻഡ് ഇത് നമ്മളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രശ്നം തന്നെയാണ്. കാരണം നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് വീടുകളിൽ ഇത് നടക്കുന്നുണ്ട്. അവര് എല്ലാവരും, പ്രത്യേകിച്ച് സ്ത്രീകൾ, അത് കൂടുതലും അനുഭവിച്ച് അവരത് വേണ്ട പോട്ടെ എന്ന് പറഞ്ഞ് ക്ഷമിച്ച് കിടക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട ചേച്ചിമാരെ, നിങ്ങളുടെ കുടുംബത്തിന് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ഒന്നും സഹിച്ച് കിടക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ ഒരു ജോലി എടുക്കുക, നിങ്ങളുടെ കാര്യം നോക്കി പോവുക. ഒരു തെണ്ടിയുടെയും കാല് പിടിച്ച് ഇന്ന് ഒരാളും കിടക്കേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാനിത് എൻ്റെ അഭിപ്രായം പറഞ്ഞു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ പറയുക. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക. പിന്നെ സ്റ്റേ ട്യൂൺഡ് ആൻഡ് സ്റ്റേ വിയേർഡ്.